നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂർ താലൂക്കിലെ വെറ്റിനറി പോളിക്ലിനിക് കെട്ടിടം അപകടാവസ്ഥയിൽ തുടരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നഗരസഭയുടെ ഭാഗത്തുനിന്നും നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. ഒമിക്രോൺ വകഭേദത്തെ കരുതിയിരിക്കാൻ സർക്കാർ നിർദ്ദേശം. ജാഗ്രത ശക്തിപ്പെടുത്താൻ നിർദ്ദേശം നൽകി. കോവിഡ് നിയന്ത്രണങ്ങളിൽ പുതിയ ഇളവുകൾ നൽകേണ്ടെന്നും സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് പിൻവലിച്ചു. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് രാജ്യത്തിന് അഭിമാന താരങ്ങൾക്ക് താനൂർ നഗരസഭയുടെ ഉജ്ജ്വല സ്വീകരണം. ആശങ്കയ്ക്ക് അറുതി വരുത്തി. കേരളത്തിൽ കോവിഡ് കണക്കുകൾ കുറയുന്നു. 4723 പേർക്ക് കോവിഡ്. മലപ്പുറത്ത് 211 പേർക്ക് രോഗബാധ. ജില്ലയിൽ 47.51 ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തിരൂർ താലൂക്കിലെ വെറ്റിനറി പോളിക്ലിനിക് കെട്ടിടം അപകടാവസ്ഥയിൽ തുടരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും നഗരസഭയുടെ ഭാഗത്തുനിന്നും നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമുയരുകയാണ്. 60 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം ജീർണിച്ചതിനെ തുടർന്ന് മറ്റൊരു കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. തിരൂർ തെക്കുമുറിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ വെറ്റിനറി പോളിക്ലിനിക് കെട്ടിടമാണ് ജീർണാവസ്ഥയിൽ തുടരുന്നത്. താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. ഇതോടെ നിലവിലുണ്ടായിരുന്ന വെറ്റിനറി സർജന്റെ തസ്തികയും നഷ്ടമായി. തിരൂർ താലൂക്ക് വെറ്റിനറി പോളിക്ലിനിക്ക് അങ്ങേയറ്റം ശോച്യാവസ്ഥയിലായിട്ട് ഏകദേശം വർഷങ്ങളായി. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ ഫണ്ട് പാസ്സാക്കിയിരുന്നെങ്കിലും ഇതുവരെയായിട്ട് ഒരു നടപടിയും സ്വീകരിക്കില്ല. നമ്മുടെ തിരൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അപ്പോൾ മറ്റു തലങ്ങളിലെല്ലാം മൃഗാശുപത്രി ഉണ്ടെങ്കിൽ പോലും ദിനം പ്രതി ഏറ്റവും കൂടുതൽ മൃഗങ്ങളുമായി വരുന്ന ഒരു പ്രദേശമാണ് ഈ താലൂക്ക് വെറ്റിനറി പോളിക്ലിനിക്. പിന്നെ ഇവിടെ സ്റ്റാഫിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ചുകൊണ്ട് ഇത് നന്നാക്കാൻ ആവശ്യം നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് ഫിറ്റ്നസിൻ്റെ കാര്യം പറയുമ്പോൾ ഫിറ്റ്നസ് ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ളിൽ കയറി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇനിയും ഇത് ഫിറ്റ്നസ് നടത്തി താൽക്കാലികമായി നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് പൂർണ്ണമായി പൊളിച്ചു നീക്കി ബഡ്ജറ്റിൽ ഫണ്ട് വെച്ചുകൊണ്ട് ഈ വെറ്റിനറി പോളിക്ലിനിക് ആവശ്യമായ സ്റ്റാഫുകൾ നിയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ചുറ്റുമതിൽ കെട്ടി ഇത് അടച്ചുറപ്പുള്ളതാക്കിയിട്ട് നടത്തേണ്ട ആവശ്യമുണ്ട്. നേരത്തെ നഗരസഭയ്ക്ക് കീഴിലെ ABC കെട്ടിടം പ്രവർത്തിച്ചു വന്നിരുന്നതും ഇല്ലാതെയായി. ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ സാമൂഹ്യദ്രോഹികളുടെ ശല്യം രാത്രികാലങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായും കെട്ടിടം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കണമെന്നും ചൂണ്ടിക്കാട്ടി പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് പരാതി. കോവിഡ് നിയന്ത്രണങ്ങളിൽ പുതിയ ഇളവുകൾ നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനം. വാക്സിൻ എടുക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായ ഇളവേളകളിൽ സ്വന്തം ചെലവിൽ RT-PCR പരിശോധന നടത്താനും നിർദ്ദേശിച്ചു. ഒമിക്രോൺ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. കോവിഡ് പ്രതിരോധ നടപടികളുമായി സഹകരിക്കാത്തവർക്ക് സൗജന്യ ചികിത്സ നൽകാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് അവലോകന യോഗത്തിൽ പറഞ്ഞു. വാക്സിൻ സ്വീകരിക്കാതെ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കില്ല. രോഗങ്ങൾ, അലർജി മുതലായവ കൊണ്ട് വാക്സിൻ എടുക്കാൻ സാധിക്കാത്തവർ സർക്കാർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വാക്സിൻ സ്വീകരിക്കാത്ത അധ്യാപകരിലും ജീവനക്കാരിലും രോഗങ്ങളും അലർജി മുതലായ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളവർ സർക്കാർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലാത്തവർ വാക്സിൻ സ്വീകരിച്ച് ഹാജരാവുകയോ ആഴ്ചതോറും സ്വന്തം ചെലവിൽ RT-PCR പരിശോധന നടത്തി ഫലം സമർപ്പിക്കുകയോ ചെയ്യണം. സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്താണിത്. ഓഫീസുകളിലും പൊതു ജനസമ്പർക്കമുള്ള ഇടങ്ങളിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇത് ബാധകമാണ്. ഒമിക്രോൺ കോവിഡ് വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിദേശത്ത് നിന്ന് വിമാനത്താവളത്തിലെത്തുന്നവരുടെ യാത്രാ ചരിത്രം കർശനമായി പരിശോധിക്കണം. പ്രഖ്യാപിച്ച പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ നടപടിയെടുക്കണം. അതിൽ വിട്ടുവീഴ്ചയുണ്ടാകരുത്. 2 ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളവരെ കണ്ടെത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ ഗൗരവമായി ഇടപെടണം. ഡിസംബർ 1 മുതൽ 15 വരെ പ്രത്യേക വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. ഇതിന് അനുസൃതമായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കൂളിലെത്തി പഠിക്കാൻ അനുമതി നൽകും. സ്കൂൾ പ്രവൃത്തി സമയത്തിൽ തൽക്കാലം മാറ്റമില്ല. പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ നൽകേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു. ഭക്ഷണത്തിന് മതമില്ല എന്ന മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുഡ് കോർണർ സംഘടിപ്പിച്ചു. ചമ്രോട്ട് നടന്ന പരിപാടി എഴുത്തുകാരൻ P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണത്തിന് മതമില്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഫുഡ് കോർണർ സംഘടിപ്പിച്ചത്. ചമ്രോട്ട് നടന്ന പരിപാടി എഴുത്തുകാരൻ P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ബ്ലഡിനെ കുറിച്ച്, ബ്ലഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിദ്ധാന്തം തന്നെ പ്രക്കാലത്തും അബദ്ധമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാവും അല്ലേ? അങ്ങനെ ശുദ്ധരക്തമില്ലല്ലോ.
മുസൽമാന്റെ രക്തം ഹിന്ദുവിന് ചേരില്ല എന്നല്ലോ ഉണ്ടല്ലോ അങ്ങനെയുണ്ടോ? ഇല്ല. നമ്മള് ബ്ലഡ് ഗ്രൂപ്പാണ് നോക്കുക അല്ലെ. രക്തദാനം ചെയ്യുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പിന് മാത്രമേ. മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് കൈമലശ്ശേരി അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി, അഖിലേന്ത്യാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം രോഹിത്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി നസറുല്ല, DCC അംഗം VP കുഞ്ഞാലിക്കുട്ടി, നിയോജക മണ്ഡലം UDF ചെയർമാൻ സുരേഷ് കൊൽപ്പാക്കര, തിരുപ്പറങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് ചമല, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി TM മനീഷ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ നിഷാദ് ചെബ്രോട്ടം, വൈശാഖ് തിരുപ്പറങ്കോട്, ദുൽകിഫ്ലി ആലിംഗൽ, വിൻസി ചാമപ്പറമ്പിൽ, ഷാഹുൽ വെള്ളാഞ്ചേരി, ഷമീർ മിന്നത്ത, റഹീം ചമ്രോട്ടം, നിസാർ ചമ്രോട്ടം, കബീർ കുന്നത്ത, റാഫി തവനൂർ, നൌഷാദ് കൈമലശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. തിരുപ്പറങ്കോട് ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. തിരുപ്പറങ്കോട് ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 2 വർഷമായി ഇവർക്ക് പുറത്തു വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോഴും നമ്മളെ ഭീതിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചില വിവരങ്ങൾ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് ഈ മക്കൾ യഥാർത്ഥത്തിൽ ഒരുപാട് കഴിവുകളുള്ളവരാണ്. പാടുന്ന കുട്ടികളുണ്ട്, നല്ല തമാശകൾ പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മള് പൊതുവെ പറയും ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇവര് തന്നെയാണ്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത, ഒരു അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്ന ആളുകളല്ല. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇവര് തെറ്റ് ചെയ്യാത്ത മക്കളാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെയാണ് തെറ്റ് എന്ന് പറയാം. ഇവരൊരു തെറ്റും ആരോടും ചെയ്യണില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവരുടെ അമ്മമാര് അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ, അവരാണ് ഈ ഭൂമിയിലെ ദൈവങ്ങൾ. യാതൊരു സംശയമില്ല. ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഈ മക്കളെ ഓർത്ത് വേവലാതിപ്പെടുകയും ആദിപ്പെടുകയും ചെയ്യുന്ന ഇവരെ, ഈ മക്കളെ യഥാർത്ഥത്തിൽ നോക്കി സംരക്ഷിക്കുക എന്നുള്ളത് അവർ യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ്. ഈ ഭൂമിയിലെ ദൈവങ്ങൾ ആര് എന്ന് ചോദിച്ചാൽ ഈ മക്കളുടെ രക്ഷിതാക്കളാണ്, അച്ഛനമ്മമാരാണ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ റിഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തുന്നത്. തിരുപ്പറങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫുക്കാർ, CDS പ്രസിഡന്റ് സ്മിത, സെക്രട്ടറി അബ്ബാസ് തുടങ്ങിയവരും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്തു. വിനോദ് ആലത്തിയൂരും KHMHS ആലത്തിയൂരിലെ NSS കുട്ടികളും ചേർന്ന് ബഡ്സിലെ ചുവരുകളിൽ ചിത്രങ്ങൾ വരച്ചു മനോഹരമാക്കിയിരുന്നു. ബഡ്സ് വർക്കേഴ്സ് സൗമ്യ, ഷബിന, ആയിഷ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ പിൻവലിച്ചു. അതേസമയം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകളാണ് പിൻവലിച്ചത്. എന്നാൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മലയോര മേഖലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കടലിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ അന്തമാൻ കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തുടർന്നുള്ള 48 മണിക്കൂറിൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ച തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ കേപ്പുരം പട്ടർപറമ്പ് സ്വദേശി പാലക്കവളപ്പിൽ അനീഫയെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. വിദ്യാർത്ഥിയെ പ്രലോഭിപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡനത്തിന് ഇരയാക്കിയത്. താനൂർ CI ജീവൻ ജോർജും സംഘവുമാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. ആലത്തിയൂർ KHMHS സ്കൂളിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആലത്തിയൂർ KHMHS ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും ജില്ലാ പോലീസ് സൈബർ വിംഗും സംയുക്തമായാണ് സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സുനത അധ്യക്ഷയായിരുന്നു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KP പ്രശോദ് ക്ലാസ് എടുത്തു. പ്രവീൺ SC, ഷബീർ നെല്ലിയാളി, ജംഷീർ IP, രാമകൃഷ്ണൻ, ഐജാസ് റഫീഖ്, അഫീല റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകൾ തുടർന്നു. ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾക്ക് താനൂർ നഗരസഭയുടെ ഉജ്ജ്വല സ്വീകരണം. താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും താരങ്ങൾ ആനയിച്ച് നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. സ്വീകരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നേപ്പാളിൽ നടന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്ത താനൂരിലെ താരങ്ങൾക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും താരങ്ങളെ ആനയിച്ച് നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സമാപിച്ചു.
അർപ്പിക്കുന്ന തലയുടെ കൊണ്ട് തോണ്ടി നൽകിയ താലിയുടെ വണ്ടിയിലൂടെ കടന്നു വരുന്നു. ആശീർവദിച്ചാലും അനുവാദനത്തിലവരായുള്ള പൂച്ചകൾ അർപ്പിച്ചാലും സ്വീകരണ സന്തോഷ റാലിയാണ് കടന്നു വരുന്നു. ആശീർവദിച്ചാലും അനുബോധനത്തിലവരായുള്ള പൂച്ചകൾ അർപ്പിച്ചാലും സ്വീകരണ സമ്മേളനം നഗരസഭാ ചെയർമാൻ പി വി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ സോഫ്റ്റ് ബോളിനെ പ്രതിനിധീകരിച്ച് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുഗ്രാമമായ അല്ലെങ്കിൽ നമ്മുടെ നഗരസഭയുടെ കീഴിലുള്ള ഒരു കുന്നും പ്രദേശത്തുള്ള പ്രധാന പ്രവർത്തകർ ഏറ്റവും ഗ്രാമ പ്രദേശത്തുള്ള കുട്ടികളാണ് നമുക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഏറെ അഭിമാനമുള്ള ഈ പ്രകടനം കാഴ്ചവെച്ച് രാജ്യത്തിന് കിരീടം നേടിക്കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ യശസ്സാണ് വാനോളം ഉയർത്തപ്പെട്ടിട്ടുള്ളത്. അതിന് പാത്രമാകാൻ നമ്മുടെ താനൂരിന് കൂടി സാധിച്ചു എന്നുള്ളതാണ് ഈ ചടങ്ങിലെ ഏറ്റവും വലിയ മഹത്തായ ഒരു കാര്യം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ പി അലി അക്ബർ, ഫാത്തിമ, ജസ്ന ബാനു, കൗൺസിലർമാരായ എ കെ സുബൈർ, മുസ്തഫ, ഹനീഫ, റഷീദ് മോര്യ, നൌഷാദ്, മൻസൂർ, ഉമ്മുകുൽസു ടീച്ചർ, രാധിക, ദേവകി, നാസിറ, ഹസീന, നജ്മത്ത്, സഫിയ, ഷാഹിദ, റൂബി, ഫൗസി, ഉമ്മുകുൽസു, ആരിഫ, സുജിത്ര, സോഫ്റ്റ് ബോൾ പരിശീലകൻ ഹംസ മാസ്റ്റർ, വനിതാ ടീമിനെ നയിച്ച സാന്ദ്ര എം, സൈന കെ എന്നിവർ പ്രസംഗിച്ചു. ഈ കുട്ടികൾ നേടിയെടുത്ത വിജയം അത് ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ 2 ദിവസത്തെയോ പ്രയത്നം കൊണ്ട് നേടിയതല്ല. 12 വർഷത്തെ തുടർച്ചയായിട്ടുള്ള പരിശീലനവും അതോടൊപ്പം തന്നെ കഠിനമായ പല മത്സരങ്ങളിലും തോറ്റത്ത് തന്നെയാണ് ഈ നിലയിൽ അവർ എത്തിയിട്ടുള്ളത്. പല തോൽവികളിൽ നിന്നാണ് വിജയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മുടെ ഇതിലുള്ള 2 കുട്ടികൾ, സാന്ദ്ര അതുപോലെ കൃതിക എന്ന് പറഞ്ഞ ഈ ടീമിൽ തന്നെയുള്ള 2 കുട്ടികൾ ചൈനയിൽ വെച്ച് നടന്ന ഏഷ്യൻ ജൂനിയർ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്നു. പക്ഷേ അന്ന് നമുക്ക് ഒരു നാട്ടിൽ നിന്നും ഒരു മുസ്ലിം ലീഗിൻ്റെ വക ഒരു സ്വീകരണം നമുക്ക് കിട്ടിയിരുന്നു, കുന്നുമറം. അതുപോലെ തന്നെ വേറെ നമ്മൾ ആ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേറെ ആരും മുന്നോട്ട് വന്നിട്ടില്ല ആ സമയത്ത്. തീർച്ചയായിട്ടും ആ കുട്ടികൾ അന്ന് ഇവിടെ അറിയാതെ പോയതിൽ ഒരുപാട് നിരാശയുണ്ട്. കാരണം ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഒരു ചാമ്പ്യൻഷിപ്പായിരുന്നു ജൂനിയർ യൂത്ത് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ടീമിലെ സീനിയർ ടീമാണ് കഴിഞ്ഞ വർഷം ടോക്കിയോയിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കോവിഡ് കാരണം പങ്കെടുക്കാൻ പറ്റിയില്ല. പകരം ജപ്പാൻ, അതുപോലെ തന്നെ കൊറിയ, ചൈന, അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളായിരുന്നു ആ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. താരങ്ങളായ അനഘ, ജിതിൻ, അമൃത, ആദിത്യ, അനഘ, മുഹമ്മദ് യാസിർ, സഹീദ്, സാന്ദ്ര, ആര്യ, ഹൃതിക, ശ്യാം എന്നിവരാണ് സ്വീകരണത്തിൽ പങ്കെടുത്തത്. ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു സ്വീകരണം നമ്മുടെ ജനിച്ച നാട്ടിൽ തന്നെ കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന ഒരു തന്നെയാണ്. കാരണം നിങ്ങളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ രാജ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ താനൂരുകാരിയാണ് ഞാനെന്ന് പറയുമ്പോഴൊക്കെ ആ ഒരു ഇത് തന്നെയാണ്. പിന്നെ ദൈവത്തിനും ഞങ്ങളുടെ കൂടെ നിന്ന സാറിനും എല്ലാവർക്കും നന്ദി. വീട്ടുകാരായാലും ഈ ഒരു കോവിഡിൻ്റെ ഒരു അവസ്ഥയിലും ഞങ്ങളുടെ ക്യാമ്പും എല്ലാം ദൈവത്തിന് ഭയങ്കര നന്ദി. തിരു SSM പോളിടെക്നിക്കിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും നേത്രപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ബ്ലഡ് ഡൊണേഴ്സ് കേരളയും പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരു SSM പോളിടെക്നിക്കിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തിരു ട്രിനിറ്റി ഐ കെയർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടന്ന നേത്രപരിശോധനാ ക്യാമ്പ് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പിൽ 550ഓളം വിദ്യാർത്ഥികളും പൊതുജനങ്ങളും പങ്കാളികളായി. NSS ജില്ലാ കോർഡിനേറ്ററും SSM പോളിടെക്നിക് കോളേജ് NSS പ്രോഗ്രാം ഓഫീസറുമായ ഖാദർ, NSS സെക്രട്ടറിമാരായ അഭിജിത്ത്, PK ഫസീൻ അഹമ്മദ്, നന്ദന, രേഷ്മ, സുഹൈല എന്നിവരും മറ്റ് NSS വോളണ്ടിയർമാരും നേതൃത്വം നൽകി. തിരുക്കോട്ട് ആലഞ്ചുവട് അത്താണി ഭവനിൽ പാലിയേറ്റീവ് ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. നിരവധി പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. അത്താണി ക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കോട്ട് ആലഞ്ചുവട് പ്രദേശത്തെ ജനങ്ങളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച അത്താണി ഭവനിൽ പ്രവർത്തകർക്ക് പാലിയേറ്റീവിൽ കൂടുതൽ അറിവുകൾ നൽകുക എന്ന ഉദ്ദേശത്തോടെ അത്താണി ക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പയ്യനങ്ങാടിൽ പുതുതായി സ്ഥാപിതമായ അത്താണി ഭവനിൽ ജില്ലയുടെ പ്രമുഖ പാലിയേറ്റീവ് ട്രെയിനർ റഷീദ് മാറഞ്ചിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ലാസ്സിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. അലവി മുക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. അഷ്കർ CP, സലീം ചെറുതോട്ടത്തിൽ, നൌഷാദ് ചങ്ങത്തിൽ, ഷാഫി പയ്യോളി, സാജിദ് മുണ്ടേക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുൽ ഖാദർ ഹാജി സ്വാഗതവും അബ്ദുള്ളക്കുട്ടി നന്ദിയും പറഞ്ഞു. തലക്കെടുത്തൂർ ഓവുങ്ങൽ പാറാൾ ജുമാ മസ്ജിദിലെ പ്രസിദ്ധമായ പാറാൾ ആണ്ട് നേർച്ച സമാപിച്ചു. നേർച്ചയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
സൂഫി വര്യൻ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ നടത്തപ്പെടുന്ന ആണ്ട് നേർച്ച എല്ലാ വർഷവും അറബ് മാസം റബീൽ ആഖർ 24-നാണ് നടത്തപ്പെടുന്നത്. നവംബർ 12-നാണ് സെയ്ദ് സക്കീർ ഹുസൈൻ ബൽ ഫക്കീഹ് തങ്ങൾ നേർച്ചയ്ക്ക് കൊടിയേർത്തിയത്. നേർച്ചയിലെ സുപ്രധാന ചടങ്ങായ വലിയ റാത്തീബ് രാത്രി 9 മണിയോടെ ആരംഭിച്ചു. നേർച്ചയിലേക്കുള്ള കോഴി, ആട് മുതലായ നേർച്ച വസ്തുക്കൾ പള്ളിയിൽ സ്വീകരിച്ചിരുന്നു. പത്തിരി മുതലായ ഭക്ഷണ വസ്തുക്കൾ രാവിലെ 6 മുതൽ സ്വീകരിച്ചു. കൃത്യമായ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചാണ് ചടങ്ങുകൾ നടന്നത്. ഉച്ചയ്ക്ക് 3 മണി മുതൽ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വലിയ വാഹനങ്ങൾ പാതയിലൂടെ പൂർണ്ണമായി നിരോധിച്ചു. കോവിഡ് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് നേർച്ച നടന്നിരുന്നത്. നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ഐതിഹ്യങ്ങൾ നിറഞ്ഞ പാറാൾ ആണ്ട് നേർച്ച തലക്കെടുത്തൂരിന്റെ സാംസ്കാരിക വിസ്മയത്തിലെ ഒരു സുപ്രധാന അധ്യായം കൂടിയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ മിൽക്ക് ഫാറ്റനിങ് യൂണിറ്റ് പദ്ധതിക്ക് നിറമൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM ഇക്ബാൽ നിർവഹിച്ചു. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ 2021-22 പ്ലാൻ സ്കീമായ മിൽക്ക് ഫാറ്റനിങ് യൂണിറ്റ് പദ്ധതി നിറമൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VM ഇക്ബാൽ നിർവഹിച്ചു. സർക്കാരിന്റെ 2021-22 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്തിലേക്ക് 9 പോത്തുകുട്ടികളെ വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകൾ, ഒരു വാർഡിൽ നിന്ന് 5-6 അപേക്ഷകളിൽ നിന്ന് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് അതിൽ നിന്ന് ഓരോ വ്യക്തികളെ 9 പേരെ സെലക്ട് ചെയ്യുകയാണ് ഉണ്ടായത്. നിറമൂർ വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ മുരളീധരൻ പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ പരിപാലനത്തിനായിട്ട് ധാതുലവണ മിശ്രിതം കൂടെ തരുന്നുണ്ട്. അത് പറയുന്ന അളവിൽ അതുപോലെ കൊടുക്കുക. പിന്നെ കൃത്യമായ സമയത്ത് വേറെ ഇളക്കുക. ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ബന്ധപ്പെട്ടാൽ മതി. ഇൻഷുറൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇൻഷുറൻസിന് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് 9,000 രൂപയ്ക്കാണ് നമ്മൾ ഈ പോത്തുകുട്ടീനെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് 1 വർഷത്തേക്കാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. 9,000 രൂപയുടെ ഇൻഷുറൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത കുളമ്പ് രോഗ കുത്തിവയ്പ്പ് വരുമ്പോൾ അതും കറക്റ്റായിട്ട് നമുക്ക് ഇതിനെടുത്ത് പോകണം. 1 വർഷത്തേക്ക് ഈ പദ്ധതിയിൽ തുടരുന്നുള്ള കരാറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ തെരഞ്ഞെടുക്കപ്പെട്ട 9 ഗുണഭോക്താക്കൾക്ക് 6 മാസം പ്രായമുള്ള പോത്തുകുട്ടികളെ സൗജന്യമായി വിതരണം ചെയ്തു. ആരോഗ്യ പരിപാലനത്തിനായി ധാതു ലവണ മിശ്രിതവും വിതരണം ചെയ്തു. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ P ശ്രീലത, അറ്റൻഡർ M ശ്രീദേവി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ ആശങ്കയ്ക്ക് അറുതി വരുത്തി കോവിഡ് കണക്കുകൾ കുറയുന്നു. 4723 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 59,524 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് നിന്ന് 4723 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 755, കോഴിക്കോട് 718, എറണാകുളം 592, തൃശൂർ 492, കൊല്ലം 355, കണ്ണൂർ 337, കോട്ടയം 271, മലപ്പുറം 211, വയനാട് 206, ഇടുക്കി 199, പാലക്കാട് 189, പത്തനംതിട്ട 169, ആലപ്പുഴ 150, കാസർഗോഡ് 79 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,524 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 158 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ മരണം 40,732 ആയി. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി KSCB കോൺട്രാക്ടേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ CITയുടെ നേതൃത്വത്തിൽ KSCB തിരൂർ സർക്കിൾ ഓഫീസ് ധർണ നടത്തി. ധർണ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് എബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. 1995 കരാർ വ്യവസ്ഥകൾ നടപ്പാക്കുക, കരാർ തൊഴിലാളികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, തൊഴിലാളികൾക്ക് ID കാർഡ് വിതരണം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSCB കോൺട്രാക്ടേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ CITയുടെ നേതൃത്വത്തിൽ KSCB തിരൂർ സർക്കിൾ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് എബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ ഗോഡൌണുകൾ ലീസിനെടുത്തത് അംബാനിയും അദാനിയും വിദേശ കമ്പനികളായിട്ടുള്ള വാൾമാർട്ട് പോലുള്ള സ്ഥാപനങ്ങളാണ്. അവിടെ തക്കാളിന്റെ ഇഷ്ടം പോലെ അവര് പൂഴ്ത്തി വെച്ചിട്ടാണ് തക്കാളിക്ക് ഇപ്പൊ 100 രൂപയായത്. എത്ര പെട്ടെന്ന് ആ കാര്യങ്ങൾ മാറി മറിയുന്നത്. ഇനി പൂഴ്ത്തിവെപ്പ് എന്ന വാക്കില്ല, കരിഞ്ചന്ത എന്ന വാക്കില്ല. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തതാണ് കാരണം. ആ നിയമപ്രകാരമാണ് പൂഴ്ത്തിവെപ്പ് തെറ്റാകുന്നത്. കരിഞ്ചന്ത എന്ന വാക്കുണ്ടാകുന്നത് ആ നിയമപ്രകാരമാണ്. കറുത്ത ചന്ത ആ നിയമമില്ലാതെ പോയാൽ ഇതൊക്കെ നിയമാനുസൃതമാകും. അതോടൊപ്പം ജനം കുടുംബട്ടിണിയിലാകും. തൗഫീഖ് അധ്യക്ഷനായിരുന്നു. MB സുനന്ദ, ശശിധരൻ, K കൃഷ്ണൻ നായർ, ശിവദാസൻ, ഷിബു താനൂർ, വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. മംഗലം മുസ്ലിം റിലീഫ് കമ്മിറ്റിയും സിജിയും സംയുക്തമായി PSC ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു.
മംഗലം പ്രദേശത്തെ വിദ്യാഭ്യാസ പുരോഗമനത്തിനും വിദ്യാർത്ഥികളെ സർക്കാർ ഉദ്യോഗ മേഖലയ്ക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ മംഗലം മുസ്ലിം റിലീഫ് കമ്മിറ്റിയും സിജിയും സംയുക്തമായി PSC ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഉദ്ദേശം പരലോകമോക്ഷം എന്ന ആ സംഹിത ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിങ്ങളുടെ പ്രവർത്തനം തീർച്ചയായും മുന്നോട്ടുള്ള പ്രയാണത്തിൽ യാതൊരു തടസ്സവും നേരിടുകയില്ല. എം അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷനായിരുന്നു. മംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുബൈദ സഹീർ, VM ബാവ, CM അനീഷ്, VP ഹസൻകുട്ടി, അംസകുട്ടി തൂമ്പിൽ, KP ഷഹീൻ, സുലൈമാൻ മംഗലം, KB റാഷിദ്, TK റഷീദ് എന്നിവർ സംസാരിച്ചു. TK ഹംസ ഹാജി, KB മുസ്തഫ ഹാജി, PKC സക്കീർ, TK കുഞ്ഞു മുഹമ്മദ്, VM മൊയ്തീൻ, ഷുക്കൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നരിപ്പറമ്പിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നരിപ്പറമ്പിൽ അപകടം നടന്നത്. ബൈക്കും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പൊന്നാനി കോട്ടത്തറ സ്വദേശി അബ്ദുൽ ലത്തീഫിനെ ആദ്യം ബീച്ച് ആശുപത്രിയിലും പിന്നീട് കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുത്താലൂക്കിലെ വെറ്റിനറി പോളിക്ലിനിക് കെട്ടിടം അപകടാവസ്ഥയിൽ തുടരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നഗരസഭയുടെ ഭാഗത്തും നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. ഒമിക്രോൺ വകഭേദത്തെ കരുതിയിരിക്കാൻ സർക്കാർ നിർദ്ദേശം. ജാഗ്രത ശക്തിപ്പെടുത്താൻ നിർദ്ദേശം നൽകി. കോവിഡ് നിയന്ത്രണങ്ങളിൽ പുതിയ ഇളവുകൾ നൽകേണ്ടെന്നും സർക്കാർ തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ് പിൻവലിച്ചു. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് രാജ്യത്തിന് അഭിമാന താരങ്ങൾക്ക് താനൂർ നഗരസഭയുടെ ഉജ്ജ്വല സ്വീകരണം. ആശങ്കയ്ക്ക് അറുതി വരുത്തി. കേരളത്തിൽ കോവിഡ് കണക്കുകൾ കുറയുന്നു. 4723 പേർക്ക് കോവിഡ്. മലപ്പുറത്ത് 211 പേർക്ക് രോഗബാധ. ജില്ലയിൽ 47.51 ലക്ഷം ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.